കോഴിക്കോട്ട് ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. 6 പേർ നിരീക്ഷണത്തിലാണ്. അതേസമയം മരണം 14ആയി. കോഴിക്കോട് പാലാഴി സ്വദേശി എബിനാണ് മരിച്ചത്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി കയറ്റുമതികൾക്ക് ഗൾഫ് രാജ്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചികിത്സയിലായിരുന്നു പാലാഴി സ്വദേശി എബിൻ. ഇയാൾക്ക് നിപ വൈറസ് ബാധയാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് നിപ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 14ആയി. നിപ സ്ഥിരീകരിച്ച് ഇനി 2 പേർ കൂടിയാണ് കോഴിക്കോട്ട് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 12 പേരാണ് നിപ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നത്. ഇവരിൽ 3 പേർക്ക് നിപ ഇല്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. 6 പേർ രോഗലക്ഷണങ്ങളുമായി ഇന്ന് ആശുപത്രിയിൽ എത്തി. ഇവരുടെ രക്തസാമ്പിളുകളും പരിശോധനയ്ക്ക് അയക്കും. നിപ വൈറസ് ബാധിത മേഖലകളിൽ 175ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരോട് സൂക്ഷ്മത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതേസമയം നിപ വൈറസ് ബാധ സംബന്ധിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. മറ്റ് ജില്ലകളിൽ നിപ വൈറസ് കണ്ടെത്തിയിട്ടില്ലെന്നും ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒട്ടും ഭയക്കേണ്ടതില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ആദ്യം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ വല്ലാതെ ഭയന്നിരുന്നത് വളരെ വ്യാപകമായി പടർന്ന് കൂട്ടത്തോടെ ആളുകൾക്ക് ബാധിച്ചേക്കുമോ എന്നുള്ള വലിയ ഭയമായിരുന്നു. എന്നാൽ നല്ല ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ മരണപ്പെട്ട ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള എല്ലാവരെയും ട്രേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിരീക്ഷണത്തിലാണ്. നിപ വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചത് 15 പേർക്കാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ 12 പേർ മരിച്ചു, 3 പേർ ചികിത്സയിലാണ്, 175 പേർ നിരീക്ഷണത്തിലുമാണ്. ആദ്യം രോഗം സ്ഥിരീകരിച്ചതുമായി സമ്പർക്കം പുലർത്തിയാണ് ഇവർ. മറ്റു ജില്ലകളിലേക്ക് നിപ വൈറസ് പടർന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. തുടക്കത്തിൽ നമ്മൾ ഭയന്നു പോയിരുന്നത് മലപ്പുറത്ത് നിന്നുള്ള 3 കേസുകൾ ഡെത്തായി എന്നുള്ളതാണ്. 3 ആളുകൾ ഡെത്തായി എന്നുള്ളതാണ്. അത് പോസിറ്റീവായിരുന്നു കേസ്. നോക്കുമ്പോൾ ഈ 3 കേസുകളും മെഡിക്കൽ കോളേജിൽ നേരത്തെ പറഞ്ഞ ഈ സൂപ്പിക്കടയിലെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് വന്നിട്ടുള്ളവരാണ്, ആശുപത്രിയിൽ നിന്നും മറ്റുമായിട്ട്. അപ്പോൾ സോഴ്സ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ നിന്നും പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. അതിഗുരുതരാവസ്ഥയിലുള്ളവരെ മാത്രം പ്രവേശിപ്പിക്കും. ഗുരുതര അസുഖമില്ലാത്തവർക്ക് ആവശ്യമെങ്കിൽ അടുത്ത സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ എത്തിച്ച് ചികിത്സ തുടരും. നിപയുമായി ബന്ധപ്പെടുത്തി നവമാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എങ്കിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അങ്കമാലിയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടിയതായി ഭാര്യയുടെ പരാതി. അങ്കമാലി CI ഓഫീസിന് സമീപത്തു നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു. ഭർത്താവ് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഭാര്യ പിന്നീട് മൊഴി മാറ്റി. അന്വേഷണം തുടരുകയാണെന്ന് സ്ഥലത്തെത്തിയ റൂറൽ SP വ്യക്തമാക്കി. നാടോടി കുടുംബത്തിൽപ്പെട്ട കുഞ്ഞിന്റെ മൃതദേഹമാണ് അങ്കമാലി CI ഓഫീസിന് സമീപത്തു നിന്ന് കണ്ടെടുത്തത്. കുഞ്ഞിന്റെ അമ്മയായ നാടോടി സ്ത്രീ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയുകയായിരുന്നു. തന്റെ കുഞ്ഞിനെ ഭർത്താവ് കൊലപ്പെടുത്തി CI ഓഫീസിന് സമീപം കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു പരാതി. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഭർത്താവ് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാൽ കുടിക്കുമ്പോൾ ശ്വാസകോശത്തിൽ ചെന്ന് കുഞ്ഞ് മരിക്കുകയായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കൂടാതെ ഇയാളുടെ ഭാര്യയും പിന്നീട് മൊഴി മാറ്റി. ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഉപദ്രവിക്കരുതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം പറയാനാവൂ എന്ന് റൂറൽ SP രാഹുൽ ആർ നായർ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീക്ക് കുറച്ചൊരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജാണ്, ഇനബ്രിയേറ്റഡ് സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിലും വേണ്ട പരിഗണന കൊടുത്തിട്ടും അതേപോലെ തന്നെ അവർക്ക് കുറച്ചൊന്ന് ഒരു റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻമന്ത്രി കെ ബാബുവിന്റെ സെക്രട്ടറിയും അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തി. കെ ബാബുവിന്റെ സെക്രട്ടറിയായ നന്ദകുമാറാണ് വരവിനേക്കാൾ 43% സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്നാണ് സൂചന. മുൻമന്ത്രി കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അടുത്തിടെയാണ് മൂവാറ്റുപുഴയിൽ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കെ ബാബുവിന്റെ സെക്രട്ടറിക്കെതിരെയും വിജിലൻസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. കെ ബാബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സെക്രട്ടറിയായിരുന്ന നന്ദകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കേസ്. വരവിനേക്കാൾ 43% അധിക സ്വത്താണ് നന്ദകുമാർ കൈവശം വച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയേക്കും.
റിപ്പോർട്ട് ലഭിച്ചാൽ അധികം വൈകാതെ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും സൂചനയുണ്ട്. കെ ബാബുവിന്റെ സ്വത്തുക്കളിൽ 45% വരവിൽ കവിഞ്ഞതാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2016 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 1.5 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിന്റെ ബന്ധുക്കളിലേക്കും ബിനാമികളെന്ന് കരുതുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതോടെയാണ് കെ ബാബുവിന്റെ സെക്രട്ടറിയും നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ധനവിലയിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. പെട്രോൾ ഡീസൽ വില വർധനവിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വയ്ക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന വില വ്യതിയാനം നോക്കിയാകും നിരക്കിൽ എത്ര ശതമാനം കുറയ്ക്കണമെന്ന തീരുമാനമെടുക്കുക. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാകും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം തുടർച്ചയായ 15ാം ദിവസവും പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായ 15ാം ദിനവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിർണായക ഇടപെടൽ. പെട്രോൾ ഡീസൽ വില വർധനവിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര സർക്കാരിനോട് നികുതി കുറയ്ക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രം വില കുറയ്ക്കുമ്പോൾ നമ്മുടെ നികുതി വരുമാനം കുറഞ്ഞോളും എന്ന് പറഞ്ഞിരുന്നിട്ടും അവരിതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അവർ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പെട്രോൾ വില വർധനവിൽ നിന്ന് കേരള സർക്കാരിന് കിട്ടുന്ന അധിക നികുതി അത് വേണ്ടെന്ന് വെക്കാൻ കേരള സർക്കാർ ആലോചിക്കുകയാണ്. ആ നികുതി വേണ്ടെന്ന് വെക്കും. അതിനാൽ ഈ വില വർധനവ് ഓരോ ആഴ്ചയും ഉണ്ടാവുന്ന നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് നികുതി നിരക്കിൽ മാറ്റങ്ങളും വരുന്നു. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധന എത്രയാണ്, അതിൽ നിന്നും എത്ര രൂപ അധിക നികുതി ലഭിക്കും, ആ നികുതി വേണ്ടെന്ന് വയ്ക്കുന്നതിന് വേണ്ടി എത്ര ശതമാനം നിരക്കിൽ മാറ്റം വരുത്തണം എന്നിവയാണ് ധനവകുപ്പ് നികുതി വകുപ്പുമായി ചേർന്ന് പരിശോധിക്കുന്നത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാകും സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക. അപ്പോഴാകും എത്ര രൂപ പെട്രോളിനും ഡീസലിനും കുറയും എന്നതിലും അന്തിമ തീരുമാനമുണ്ടാകുക. നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന UDF-നും ധനമന്ത്രി മറുപടി നൽകി. UDF സർക്കാർ ഇറങ്ങിപ്പോണതിന് മുമ്പ് ലിറ്ററിന് 1 രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തി. ആ സെസ്സും കൂടി കണക്കെടുക്കുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന നികുതി എണ്ണ പിരിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കുന്നതിലൂടെ ഇന്ധനവില വർധനവിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. ഷീജ, തിരുവനന്തപുരം. കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. രാഹുൽ ഗാന്ധി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും സ്ഥാനം ഏറ്റെടുത്താലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പ്രതികരിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി എന്നെ പുതിയതായി പാർട്ടി ദൗത്യം ഏൽപ്പിച്ചതായിട്ട് അറിയിപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അതിന് അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പരാജയത്തിന്റെ തുടർന്ന് ഞാൻ ഒരു പാർട്ടി സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന് പറയുകയും അത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ചലഞ്ചിങ് ജോബാണ്. ആ സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പ്രസിഡന്റിന്റെ തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുന്നു. കോട്ടയം മാന്നാനത്ത് വീട് കയറി ആക്രമിച്ച് നവവരനെ തട്ടിക്കൊണ്ടുപോയി. തെന്മല സ്വദേശിയായ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് കുമാരനെല്ലൂർ സ്വദേശി കെവിനെ പെൺകുട്ടിയുടെ സഹോദരൻ ഉൾപ്പെട്ട സംഘം തട്ടിക്കൊണ്ടുപോയത്. പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ SI കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നുവെന്ന് കെവിന്റെ അച്ഛൻ സാജൻ പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ 2 ദിവസം മുമ്പാണ് തെന്മല സ്വദേശിയായ പെൺകുട്ടിയെ കെവിൻ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നത്. തുടർന്ന് പെൺകുട്ടിയെ കോട്ടയത്തെ ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. കെവിൻ മാന്നാനത്ത് ബന്ധുവീട്ടിലുമായിരുന്നു. ഇന്ന് പുലർച്ചെ പെൺകുട്ടിയെ അന്വേഷിച്ചെത്തിയ സഹോദരൻ ഷാനു ഉൾപ്പെടെയുള്ള സംഘം കെവിനെയും ബന്ധു അനീഷിനെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അനീഷിനെ വിട്ടയച്ചു. ഇതിനിടെ കെവിൻ സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായി അനീഷ് പോലീസിൽ മൊഴി നൽകി. വിവരമറിഞ്ഞ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയും കെവിന്റെ ബന്ധുക്കളും പരാതി നൽകി. ആദ്യഘട്ടത്തിൽ SI ഗൗരവത്തിലെടുക്കാത്തതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നുവെന്ന് കെവിന്റെ അച്ഛൻ സാജൻ പറഞ്ഞു. വണ്ടിയിൽ വന്ന ആൾക്കാർ വന്ന വീട്ടിൽ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവരെ 2 പേരെ പിടിച്ചുകൊണ്ട് പോവുമായിരുന്നു. പെണ്ണിൻ്റെ ആങ്ങളെ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കൊണ്ടുപോയതിൽ ഒരാൾ പറഞ്ഞു. അവൻ 2 പേര്, എൻ്റെ ചേട്ടൻ്റെ മോനും ഒന്നെൻ്റെ പെങ്ങളുടെ മോനും, ഇവരെ 2 പേരാണ് കൊണ്ടുപോയിരിക്കുന്നത്.
പരാതിയിൽ കേസെടുത്തതായും പെൺകുട്ടിയുടെ സഹോദരനെ ഉടൻ പിടികൂടുമെന്നും ഗാന്ധിനഗർ പോലീസ് അറിയിച്ചു. അതിനിടെ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ഗൂഢാലോചനയും മഹിളാ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷിന്റെ നേതൃത്വത്തിൽ നടന്നതായും ആരോപണമുണ്ട്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി. ഇതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ക്രിസ്ത്യൻ കോളേജിൽ നടന്നു. ആകെ 17 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇവർക്കായി 2 ബാലറ്റ് യൂണിറ്റ് വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 265 കൺട്രോൾ യൂണിറ്റും വോട്ടിംഗ് മെഷീനും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിയോടുകൂടി ക്രിസ്ത്യൻ കോളേജിൽ ആരംഭിച്ചു. ആകെ 17 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇവർക്കായി 2 ബാലറ്റ് യൂണിറ്റ് വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 265 കൺട്രോൾ യൂണിറ്റും വോട്ടിംഗ് മെഷീനും അനുബന്ധ സാമഗ്രികളുമാണ് ഇന്ന് വിതരണം ചെയ്തത്. പൂർണ്ണമായും VVPAT ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ചെങ്ങന്നൂരിൽ നടക്കുന്നത്. സമിതിദായകൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്നറിയാൻ കഴിയുന്ന 305ഓളം VVPAT മെഷീനുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും VVPAT ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയുമുണ്ട്. 5 മോഡൽ പോളിംഗ് സ്റ്റേഷനും 10 വനിതാ സൗഹൃദ ബൂത്തുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും ഹെൽപ്പ് ഡെസ്കുകളും കുടിവെള്ളവും ക്രമീകരിച്ചിട്ടുണ്ട്. മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ബൂത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രായമായ ആളുകൾക്ക് ബൂത്തുകളിൽ മുൻഗണനയുണ്ടാകുമെന്ന് മുഖ്യ വരണാധികാരിയായ MV രമേശ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രായമായ ആളുകൾക്ക് കുറച്ച് മുൻഗണന ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ആ തരത്തിലുള്ള ആളുകൾ, വയ്യാത്ത രീതിയിലേക്കുള്ള ആളുകൾ, അതേപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ ക്യൂവിൽ നിൽക്കാതെ തന്നെ അവരെ ഇതിൽ പ്രവേശിപ്പിച്ച് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 181 ബൂത്തുകളിലായി 1104 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. 22 പ്രശ്നസാധ്യതാ ബൂത്തുകൾ പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനെ കൂടാതെ 17 ഉപനിരീക്ഷകരും മണ്ഡലത്തിലുണ്ടാവും. സ്ത്രീ സൗഹൃദ ബൂത്തുകൾ, വോട്ടർമാർക്കുള്ള കുടിവെള്ള സൗകര്യം, പ്രായമായവർക്കുള്ള ഹെൽപ്പ് ഡെസ്കുകൾ. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് കൊടിയുയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ക്യാമറമാൻ അജിത്തിനൊപ്പം S ജീവൻകുമാർ, ചെങ്ങന്നൂർ. ഒരു പകൽ മുഴുവൻ നീളുന്ന വ്രതശുദ്ധിക്കൊടുവിൽ നോമ്പ് തുറക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് വിശ്വാസികൾക്കായി നാടെങ്ങും ഒരുങ്ങുന്നത്. വീടുകൾക്ക് പുറമെ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കാൻ വഴിയോര കടകളും സജ്ജമായി കഴിഞ്ഞു. ഒരു വ്യാഴവട്ടക്കാലമായി നോമ്പുകാല വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ് തൃശൂർ പുതിയകാവ് സ്വദേശികളായ ഒരു സംഘം യുവാക്കൾ. നാട്ടിൻപുറങ്ങളിലെ പതിവ് വിഭവങ്ങൾക്ക് പുറമെ കൊതിയൂറുന്ന സ്പെഷ്യൽ ഐറ്റങ്ങൾ ഉണ്ടാക്കിയാണ് പുതിയകാവിലെ ഷിഹാബും സുഹൃത്തുക്കളും ശ്രദ്ധ നേടുന്നത്. റമദാൻ കാലമായാൽ ഇവർക്ക് തിരക്കോട് തിരക്കാണ്. പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന അധ്വാനം സന്ധ്യയ്ക്ക് മഗ്‌രിബ് കേൾക്കുന്നത് വരെ തുടരും. 12 വർഷമായി ഈ പതിവിന് മുടക്കമില്ല. വിൽക്കുന്ന ഭക്ഷണം വൃത്തിയോടെ നൽകാനാണ് ഈ ചങ്ങാതിമാർക്കിഷ്ടം. 2000 സമൂസ വരെ നമുക്കിവിടെ ഡെയിലി വിൽക്കാൻ കഴിയുന്നുണ്ട്. സമൂസ മാത്രം. അതേപോലെ കട്ട്ലേറ്റ് ഉണ്ട്, റോളുണ്ട്, ഉന്നക്കായ ഉണ്ട്. അത് പല പല ഐറ്റംസുകൾ നമുക്കിവിടെ 10-20 ഐറ്റംസ് നമുക്കിവിടെ സ്ഥിരമായിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. വിഭവങ്ങളുടെ വിൽപ്പനയ്ക്ക് പുറമെ നോമ്പ് തുറക്കാൻ നേരമായാൽ സൗജന്യ ജീരകക്കഞ്ഞി വിതരണവും നടക്കുന്നുണ്ട്. പ്രവാസികളായ വിശ്വാസികളുടെ സഹകരണത്തോടെ 500-ലധികം പേർക്കാണ് കഞ്ഞി നൽകുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിൽ ചെന്നിട്ട് നാളികേരൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ അറിയുമ്പോൾ ഒരു പ്രവാസി എന്നോട് വിളിച്ചിട്ട് പറയണ്, നിങ്ങൾ പിരിവൊന്നും നടത്തണ്ട, അതിൻ്റെ ഫുൾ സ്പോൺസർ ഞങ്ങൾ ചെയ്തുകൊണ്ട് പേരൊന്നും പുറത്ത് പറയരുത്. ഇപ്പം ഒരു 5-8 കൊല്ലമായിട്ട് നമ്മളിത് കൊടുത്തു തുടങ്ങണം. ഗുരുവായൂർ എറണാകുളം പാതയോരത്ത് പുതിയകാവ് മസ്ജിദിനോട് ചേർന്നാണ് സുഹൃത്തുക്കളുടെ വ്യാപാരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.